Okay, welcome back to the class. So, GK note, what about GK notes? Did you write anything in the note? Nothing. No, miss. No. ഇവര് എഴുതിയിട്ടുണ്ടല്ലോ, ഫെയ്ത്ത് എന്താ എഴുതാത്തെ? മിസ് ഞാൻ എല്ലാം ടെസ്റ്റിലാ ചെയ്തത്. ടെസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നോട്ടിലേക്ക് എഴുതണമെന്ന്. മിസ് ഞാൻ എഴുതിയില്ല. എഴുതണം കേട്ടോ, എല്ലാം കംപ്ലീറ്റ് ചെയ്യണേ. ആ. നീ ഔട്ട് ഓഫ് സ്റ്റേഷനൊക്കെ ആയിരുന്നപ്പോഴൊക്കെ കൊടുത്ത ക്ലാസ് ഒക്കെ നോട്ടിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ GK നോട്ട്? ടെസ്റ്റിൽ എഴുതി എല്ലാവർക്കും നോട്ടിലേക്ക് എഴുതണം. ആ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞോണ്ടിരുന്നത് നമ്മള്? പ്രിഫിക്സ് ആൻഡ് സഫിക്സ് അല്ലേ? യെസ്. Affix is a letter or a group of letters added to the beginning or end of a word to make a new word that often has an entirely different meaning from the original word. There are two types of affixes, prefix and suffix. Rendu tharam endana affix aanullathu, prefix and suffix. A prefix is an affix added to the beginning of a word. Prefix oru affix aanu added to the beginning of a word. Then, for example, when the prefix anti is added to climax, we get a new word anticlimax. Then, a suffix is an affix added to the end of the word. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, പ്രിഫിക്സ് ഒരു വാക്കിന്റെ ബിഗിനിങ്ങിലും സഫിക്സ് എൻഡിലുമാണ് ചേർക്കുന്നത്. ഫോർ എക്സാമ്പിൾ, when oak is added to hill, we get a new word hillock. അല്ലേ? നമ്മൾ അതിനകത്ത് 5 എണ്ണം ചെയ്തിരുന്നു താഴത്തെ ബോക്സില് അല്ലേ? 6th one നോക്കിക്കേ. 6, 7, 8 മിസ് ഹോംവർക്ക് പറഞ്ഞായിരുന്നു. ഹോംവർക്ക് തന്നായിരുന്നു. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? 6, 7, 8 ചെയ്തോ? Okay, 6th one നോക്കിക്കേ. Block a barrier to stop people and vehicles from entering and leaving a place. ഏതാണ് ആൻസർ 6th one ന്റെ? Blockade. Blockade. Yes. Next, deliver. A state of being saved from danger. എന്താണ്? Deliverance. 7th one, a famous person's signature that they sign for someone else. Graph. എന്താണ്? Autograph. Okay. ഇനി 9th one, music. A person whose profession is music. എന്താണ്? Musician. അടുത്തത് nourished. In bad health because of lack of food. എന്താണ്? Malnourished. അപ്പൊ ഇത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണം, ഈ 10 എണ്ണം കേട്ടോ. നോട്ട് ചെയ്യാതെ ആരും ഇരിക്കരുത്. ഈ 10 എണ്ണം നോട്ടിലേക്ക് എഴുതണം. പ്രിഫിക്സ് എന്താണെന്നും സഫിക്സ് എന്താണെന്നും എഴുതണം. A prefix is an affix added to the beginning of a word എന്ന് എഴുതുക. എന്നിട്ട് a suffix is an affix added to the end of a word എന്ന് എഴുതുക. എന്നിട്ട് ഈ ബോക്സിലേത് നിങ്ങൾ അതുപോലെ എഴുതുക. ഓക്കെ. ഇനി 6ാമത്തെ ബ്ലോക്ക് എന്നുള്ളത് പ്രിഫിക്സ് ആണോ സഫിക്സ് ആണോ? സഫിക്സ് അല്ലേ? ബ്ലോക്കേഡ് സഫിക്സ്. 7ാമത്തെയോ ഡെലിവറോ? ഡെലിവർ സഫിക്സ് ആണ്. 8ാമത്തെ ഓട്ടോഗ്രാഫ് പ്രിഫിക്സ്. 9ാമത്തെ മ്യൂസീഷ്യൻ സഫിക്സ്. 10th one malnourished prefix. Okay. അപ്പൊ ഇത് നോട്ടിലേക്ക് എഴുതുക തന്നെ ചെയ്യണം. ഇനി നിങ്ങൾ നോക്കിക്കേ, നെക്സ്റ്റ് പേജ് നോക്കിക്കേ. വേർഡ്സ് ആൻഡ് മോർ, ഗ്രാൻഡ് ഓപ്പണിംഗ്. Some novels are famous for their opening lines. എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ആ സ്റ്റാർട്ടിംഗ് ലൈൻസ്. How many of these are familiar with? How many of these are you familiar with? Fill in the blanks to complete the famous opening lines. Choose from the box. അപ്പോൾ ഈ fill in the blanks നമ്മളോട് ചെയ്യാനാണ് പറയുന്നത്. ചില നോവൽസ് അതിന്റെ
ഓപ്പണിംഗ് ലൈൻസിന് വളരെ പ്രസിദ്ധമാണ് അതിന്റെ ആ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ലൈൻസ്. അപ്പൊ ഹൗ മെനി ഓഫ് ദീസ് ആർ യു ഫെമിലിയർ വിത്ത്? എത്ര ഓപ്പണിംഗ് വേർഡ്സുമായിട്ട് നിങ്ങൾക്ക് പരിചയമുണ്ട്? നിങ്ങൾ അതിന് ശേഷം ഈ fill in the blanks ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. So first one നോക്കിയേ, whether I shall turn out to be the hero of my own life, or whether that station will be held by anybody else. These pages must show. Okay, these pages must show means എന്നാൽ അങ്ങനെ പറഞ്ഞാല് കമ്മിങ് ആ ബുക്കിന്റെ സ്റ്റാർട്ടിംഗ് ആണ്, ആ ഒരു നോവലിന്റെ സ്റ്റാർട്ടിംഗ് ആണ് അത്. അപ്പൊ ദീസ് പേജസ് വിൽ ഷോ എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ വരുന്ന പേജസിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ചാൾസ് ഡിക്കൻസ്, ഡേവിഡ് കോപ്പർഫീൽഡിന്റെ നോവലാണ്. സെക്കൻഡ് നോക്കിയേ, യു ഡോണ്ട് നോ അബൌട്ട് മീ വിതൗട്ട് യു ഹാവ് റെഡ് എ ബുക്ക് by the name of dash, but that ain't no matter. അപ്പൊ എന്താ പറഞ്ഞത്, ഈ ബുക്ക് വായിക്കാതെ നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ആണ് ബുക്കിന്റെ സ്റ്റാർട്ടിംഗ് ആണ്, ആ നോവലിന്റെ സ്റ്റാർട്ടിംഗ് ലൈൻ ആണ് കേട്ടോ. ഇൻട്രൊഡക്ഷൻ പോലെ സ്റ്റാർട്ടിംഗ് പറയുന്നതാണ്, ബിഗിനിങ്സ് തുടങ്ങുന്നതിന് മുൻപ് ഇങ്ങനെ പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യു ഡോണ്ട് നോ അബൌട്ട് മീ വിതൗട്ട് യു ഹാവ് റെഡ് എ ബുക്ക് ബൈ ദ നെയിം ഓഫ്, എന്താണ് ആ നെയിം നോക്കിക്കേ. Second one, The Adventures of Tom Sawyer. The Adventures of Tom Sawyer. Okay. Mark Twain, The Adventure of Huckleberry Finn. അപ്പൊ എഴുതിയിട്ടുണ്ടാവും ഓൾറെഡി അല്ലേ? ഓക്കെ, മൂന്നാമത്തെ നോക്കിയേ. From the old and pleasantly situated village of Mansfield, a footpath winds through green and shady dash to the feet of the dash. Third one, meadows and mountains. Meadows and mountains. Meadows and mountains. Faith stuck ആണോ? ഫെയ്ത്തിന് ഇപ്പൊ കാര്യമായ റേഞ്ച് പ്രോബ്ലം ഉണ്ടല്ലേ? Next one. The first place that I can well remember was a dash with a pond of clear water in it. Fourth one. Large pleasant meadow. Large pleasant meadow. Pleasant meadow. Next one നോക്കിക്കേ അടുത്തത്. Call me dash. Ishmael. Call me Ishmael. It is a dash universally acknowledged that a single man in dash of a good fortune must be in want of a wife. Sixth. Truth. Possession. Truth. It is a truth universally acknowledged that a single man in possession of a good fortune must be in want of a wife. Jane Austen, Pride and Prejudice. നോവലിന്റെ പേരാണ് Pride and Prejudice. മിസ് ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ മിസ്, ഇപ്പൊ കുഴപ്പമില്ല. Next one നോക്കിയേ. Dash are all alike. Happy families. Many unhappy family is unhappy in its own way.
7th one. എന്താണ്? Happy families. Yeah, happy families. So, happy families are all alike. Every unhappy family is unhappy in its own way. Leo Tolstoy. Anna Karenina. Okay. When Mrs. Frederick C. Little's second son arrived, everybody noticed that he was not much bigger than a dash. Mouse. Mouse. Yes. Okay. നിങ്ങൾ എനിക്ക് നോട്ട്സ് പേഴ്സണൽ ആയിട്ട് ഇട്ട് തരണം വാട്സപ്പിൽ കേട്ടോ. അപ്പോ Okay, miss. ഇവിടെ വരെ ഗ്രാൻഡ് ഓപ്പണിംഗ് വരെയുള്ള നോട്ട്സ് ഉണ്ടാവണം. ഓക്കെ. ഇതൊക്കെ ഇംഗ്ലീഷ് നോവൽസ് ആണ്. ഇംഗ്ലീഷ് നോവൽസിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഓരോന്നും ഇംഗ്ലീഷ് നോവൽസ് ആണ്. ഇടയ്ക്ക് സമയം കിട്ടുമ്പോ ജസ്റ്റ് അതൊക്കെ വായിക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ. യൂട്യൂബിലൊക്കെ കയറി കഴിഞ്ഞ നോവൽ അടിച്ചു കൊടുത്ത നോവൽ കാണും. അതിന്റെ സ്റ്റാർട്ടിംഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. നമുക്ക് ഇവിടെ തന്നത് തന്നെയാണോ സ്റ്റാർട്ടിങ്ങിൽ ഉള്ളത് കേട്ടോ. ഇൻട്രസ്റ്റിംഗ് നോവൽസ് ആണ് ചിലതൊക്കെ. പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്, ജെയിൻ ഓസ്റ്റന്റെ, അതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ്. Faith, can you hear me? ഫെയ്ത്തിനെ കേൾക്കുന്നുണ്ടോ? സ്റ്റക്ക് ആയിട്ടിരിക്കുന്ന പോലെ തോന്നുന്നു. അവൻ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാ. ടീച്ചർ വിളിക്കുമ്പോ അനങ്ങും, വിളിച്ചു കഴിഞ്ഞാ പോയി. അതെയോ? ആകെ 3 പേരാ ക്ലാസ്സിൽ കയറിയത്. ആൻ മരിയ, ഷോൺ, ഫെയ്ത്ത്. മോർണിംഗ് ക്ലാസ്സിലും ശ്രേയ കയറിയിരുന്നില്ല. മിസ്സേ മോർണിംഗ് ക്ലാസ് മലയാളത്തിന് കേറിയില്ല, മാത്സിന് ഇതെന്തേ പറ്റുന്നത്? മറന്നു പോകുന്നതാണോ ക്ലാസിന്റെ കാര്യം? അതോ അറിയില്ല മിസ്. മിസ് രാവിലെ പാട്ടൊക്കെ പാടിക്കൊണ്ടാ മിസ് ക്ലാസ്സിൽ ശ്രേയ മ്യൂട്ടൊക്കെ മറന്നുപോയതെന്ന് തോന്നുന്നു. ശ്രേയ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ പാട്ടോട് കൂടി പോയോ ക്ലാസ്സിന് പുറത്ത്? ഇല്ല, ഫെയ്ത്ത് ശ്രേയ സ്റ്റക്ക് ആയിരുന്നു ആ സമയത്ത്. മിസ് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. മിസ് ഷോണൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി വരുവാ. അതെ മിസ്, എനിക്ക് ഇടയ്ക്ക് മിസ് ഒക്കെ പറയുന്ന സ്റ്റക്കാ മിസ്സേ. എന്റെ കുഴപ്പമാണോ? എല്ലാരും സ്റ്റക്കാണോ? ഷോണിപ്പോ സ്റ്റക്കാ. ഷോൺ സ്റ്റക്കല്ലെന്ന് തോന്നുന്നു. അവൻ വീഡിയോ ഓഫ് ചെയ്യുന്നതാ. ഓഫ് ചെയ്തായിരിക്കും. ഉണ്ടോ? അവൻ സ്റ്റക്കൊന്നുമല്ല. നിങ്ങൾക്ക് എന്നെ കേൾക്കത്തില്ലേ നന്നായിട്ട്? കേൾക്കാം മിസ്സേ. കേൾക്കാം. അപ്പൊ ഫെയ്ത്ത് നോട്ട് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ, എഴുതണേ. ആഷിക്ക് ഇന്നത്തെ ക്ലാസ്സിലെ വന്നിട്ടില്ല. ഒരു ക്ലാസ്സിൽ വന്നിരുന്നു മിസ്സേ. 2 ക്ലാസ്സിന് വന്നായിരുന്നു.
ഒന്നായിരുന്നു മിസ്സേ. How many marks did you score? GK full mark കിട്ടിയായിരുന്നു എല്ലാവർക്കും എക്സാമിന്? ഫുൾ കിട്ടിയില്ലേ? മിസ് എനിക്ക് 23 ഉണ്ട് മിസ്. മിസ് എനിക്ക് 2 എണ്ണം തെറ്റി. എനിക്കും. അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയാ ഇപ്പൊ നമ്മൾ ചെയ്തത്. ഗ്രാൻഡ് ഓപ്പണിംഗ്. Whether shall I turn out to be the hero of my own life, or whether that station will be held by anybody else, these pages must show. Okay, എന്നാ എന്താ അർത്ഥം? Whether shall I turn out to be the hero of my own life? ഞാൻ എന്റെ സ്വന്തം ലൈഫിന്റെ ഹീറോ ഞാൻ തന്നെ ആവുമോ, അതോ somebody else will take it എന്നുള്ളത്. These pages must show means coming pages അതിനെ കുറിച്ച് പറയുന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഒരു ബുക്കിന്റെ ഒരു നോവലിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇത്. സെക്കൻഡ് നോക്കിയേ. You don't know about me without you have read a book by the name of The Adventures of Tom Sawyer. But that ain't no matter. അപ്പൊ ഈ ബുക്ക് വായിക്കാതെ, ഈ ടൈറ്റിൽ അറിയപ്പെടുന്ന ഈ നോവൽ വായിക്കാതെ നിങ്ങൾക്ക് എന്നെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റത്തില്ല. From the old and pleasantly situated hill of Mainfield, a footpath winds through green and shady dash to the foot of the dash. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു meadows and mountains അല്ലേ? ഒരു വില്ലേജ് ബ്യൂട്ടി അല്ലെ, വില്ലേജിന്റെ ബ്യൂട്ടിയെ കുറിച്ച് പറയാണ്. The first place that I can well remember was a large pleasant meadow with a pond of clean water in it. So ഇതൊക്കെ ഓരോ നോവലിന്റെ ബിഗിനിങ് വേർഡ്സ് ആണ്, സെന്റൻസസ് ആണ്, സ്റ്റാർട്ടിങ് സെന്റൻസസ് ആണ്. ഓക്കെ. Happy families are all alike. Even unhappy family is unhappy in its own way. Okay. So startingൽ ഇങ്ങനെ ഒരു സെന്റൻസ് കൊടുത്തു കഴിയുമ്പോൾ അപ്പൊ എന്താണ്, വായിക്കുന്നവർക്കൊരു ക്യൂരിയോസിറ്റി തോന്നും അല്ലെ, ഇതെന്താണ് എന്ന് വായിക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നും. അപ്പൊ അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ളൊരു സ്റ്റാർട്ടിങ് അവര് കൊടുക്കുന്നത്. അപ്പൊ ആ വിദ്യാർത്ഥി ക്യൂരിയോസിറ്റി അവരെ നോവല് വായിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വായിച്ചു നോക്കിക്കേ. നിങ്ങൾ വായിച്ചില്ലല്ലോ. കേൾക്കുന്നില്ലേ എന്നെ? ഇപ്പൊ കുഴപ്പമില്ല മിസ്സേ. ഇടയ്ക്ക് പ്രശ്നം വരുന്നുണ്ടോ? ഭയങ്കര എന്തോ സൗണ്ട് വരുന്നു. ഞാൻ സ്റ്റക്കാണോ? അല്ല, ഇവിടെ ക്ലിയർ ആണ്. ഇപ്പൊ കുഴപ്പമില്ല മിസ്. പേജിന് കുറച്ച് റേഞ്ച് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു മോനെ, അതുകൊണ്ടാ. അപ്പൊ
വായിച്ചു നോക്കിക്കേ ആ ടെസ്റ്റിന്റെ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്ക്. നിങ്ങൾ മടിയന്മാരാകല്ലേ, പഠിച്ചുള്ളൂ കേട്ടോ. നന്നായിട്ട് എല്ലാ സബ്ജക്റ്റിനും ബാക്കി സബ്ജക്റ്റിന്റെ ഒക്കെ ടീച്ചേഴ്സ് ഹോംവർക്ക് ചെയ്യാൻ പറയുമ്പോൾ കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് കൊടുക്കണേ, മടി കാണിക്കരുത്. Whether I shall turn out to be the hero of my own life or whether the expectation will be held by anybody else. This page must show Charles Dickens, David Copperfield. You don't know about me, but you have read a book by the name of The Adventures of Tom Sawyer, but that not no matter. Mark Twain, The Adventures of Huckleberry Finn. From the old and pleasantly situated village of Mansfield, a footpath winds through green and shady meadows to the foot of mountain Johannes Fairhead. മിസ് സ്റ്റക്കാ. അല്ല, മോനെ സ്റ്റക്കല്ല. എനിക്ക് മിസ് സ്റ്റക്കാ. മിസ് ഷോൺ എപ്പോഴും പറയുന്നത് കേൾക്കുന്നില്ല മിസ്. ഷോൺ പറയുമ്പോ ഭയങ്കര സ്റ്റക്കാ. ആൻമരിയും ഷോണും പറയുന്നത് ആൻമരിയ ഷോണും പറയുന്നത് കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ മിസ് പറയുന്നത് ഇടയ്ക്ക് സ്റ്റക്കാവും മിസ്. അതെയോ? മൊത്തത്തിൽ എന്തോ ഒരു റേഞ്ച് പ്രോബ്ലം ഇടയ്ക്ക് വരുന്നത്. എനിക്ക് നിങ്ങളെ എല്ലാവരെയും ക്ലിയർ ആയിട്ട് കേൾക്കാം. ഓക്കെ, അപ്പൊ അപ് ടു ഹിയർ നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാനേ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പേജ് നോക്കണം. So on Saturday, I think you have a meeting, അല്ലേ? മിസ് വരുമോ മിസ്സേ? മിസ് വരുമോന്ന്? മിസ് ക്ലാസ് ഉണ്ടാവും. സാറ്റർഡേ അല്ലേ? സാറ്റർഡേ ഉച്ച കഴിഞ്ഞല്ലേ സമയം? ആ സമയത്ത് നിങ്ങൾക്ക് ക്ലാസ് ഇല്ലല്ലോ. ഉച്ച കഴിഞ്ഞിട്ടുണ്ട് മിസ്സേ. ഏതാ നമുക്ക് ക്ലാസ്? 2:30 നിങ്ങൾക്ക് സമയം പറഞ്ഞിട്ട്. ഹിന്ദി മലയാളം ഉണ്ട്. 2:30 ശേഷം അത് കട്ടായപ്പോയിരിക്കും, ഉണ്ടാവൂലായിരിക്കും. ഓക്കെ, അപ്പൊ നന്നായിട്ട് ലെസൺ വായിക്കുക, നോട്ട് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. സോ ദെൻ വി വിൽ വൈൻഡ് അപ്പ് ദ ക്ലാസ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നോട്ട് കംപ്ലീറ്റ് ചെയ്യണം, മറന്നു പോവരുത്. നിങ്ങളെ നോട്ട് കംപ്ലീറ്റ് അപ് ടു ഡേറ്റ് ആയിരിക്കണം.